ഇറാൻ ഇത്ര വലിയ പ്രഹരശേഷി ഉണ്ട് എന്ന് ലോകം അറിയുന്നത് ഇപ്പോഴാണ്. അമേരിക്കക്ക് പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, ഗൾഫ് രാജ്യങ്ങൾ ലോകവുമായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത് ഈ പ്രദേശത്തൂടെ ആയിരുന്നു. ലോകത്തിന്റെ 20% ഓയിൽ, 30% സീ ബേസ് LPG, 33% രാസവളങ്ങളും ഈ സ്ട്രേറ്റ് പാസ് ചെയ്താണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ പ്രദേശത്തെ കച്ചവടത്തിനും ജനങ്ങൾക്കും ഞങ്ങൾ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊള്ളാന്നുള്ള ഒരൊറ്റ ഉറപ്പിന്മേൽ അമേരിക്കയായിട്ട് അറബ് രാജ്യങ്ങൾ സന്ധിയിൽ ഏർപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പൊ അവിടെ സംഭവിച്ചത് എന്താണ്? വർഷങ്ങളെ കൊണ്ടുള്ള അധ്വാനം കൊണ്ട് ടണലുകളും മിസൈലുകളും സ്ഥാപിച്ച് പേർഷ്യൻ ഗൾഫിന്റെ കൺട്രോൾ ഇറാൻ പൂർണ്ണമായിട്ടും കയ്യിലെടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഈ പ്രദേശത്തൂടെ ഏത് കപ്പൽ കടന്നു പോകണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയല്ല, ഇറാനാണ്. മാത്രമല്ല, യുദ്ധം തുടങ്ങി മണിക്കൂറുകളെ കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലുണ്ടായിരുന്ന അമേരിക്കയുടെ മിലിറ്ററി ബേസുകളും പോർട്ടുകളും ഇറാൻ തകർത്തിരിക്കുകയാണ്. ഇപ്പൊ അറബ് രാജ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ നമുക്ക് അമേരിക്കയുടെ ആവശ്യം എന്താണ്? ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള കാര്യം, ഏതെങ്കിലും രാജ്യത്തിന് ഈ പ്രദേശത്തുകൂടെ കപ്പൽ കടത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടാം. ദിവസവും ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഇറാന്റെ ആക്രമണങ്ങളെ പിടിച്ചു നിൽക്കാനുള്ള മിസൈലുകളോ ഇന്റർസെപ്റ്റേഴ്സുകളോ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ കയ്യിലില്ലാത്ത സാഹചര്യം വന്നിരിക്കുകയാണ്. അമേരിക്ക ഇതുവരെ തായ്വാൻ, സൗത്ത് കൊറിയ, യുക്രൈൻ പോലുള്ള രാജ്യങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സംവിധാനങ്ങളെ പശ്ചിമേഷ്യയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ ആ പ്രദേശങ്ങളിൽ അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളും ജനങ്ങളും അങ്കലാപ്പിലായിരിക്കുകയാണ്. നോർത്ത് കൊറിയയും ചൈനയും റഷ്യയും ഈ അവസരം മുതലെടുത്തുകൊണ്ട് എന്നാണ് ഒരു പുതിയ യുദ്ധം തുടങ്ങാനിരിക്കുന്നത് എന്നാണ് ഇപ്പൊ ലോകം നോക്കിയിരിക്കുന്നത്.